നമസ്കാരം, ഞാൻ PC ജെയിംസ്, നിർമ്മല കോളേജ്, കുറവിലങ്ങാട്. ഇന്ന് നമുക്ക് ഇതുവരെ കണ്ട അടിസ്ഥാനം വെച്ചുകൊണ്ട് എങ്ങനെ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാം, അതിന് ബേസിക് സെന്റൻസ് എന്ന് പറഞ്ഞ ഒരു ഫോർമേഷൻ ഉണ്ട്. ഏത് കാര്യത്തെക്കുറിച്ചും നമുക്ക് 8 സെന്റൻസ് ഉണ്ടാക്കാം. ഏത് വിഷയത്തെക്കുറിച്ചും, ലോകത്തിലെ ഏത് വിഷയമായിക്കോട്ടെ, അതിനെ ബന്ധപ്പെടുത്തി നമുക്ക് 8 സെന്റൻസ് ഉണ്ടാക്കാം. അതിനെയാണ് ബേസിക് സെന്റൻസ് എന്ന് പറയുന്നത്. ഏത് ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോഴും ആരുമായിട്ട് സംഭാഷണം നടത്തുമ്പോഴും നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണത്. അത് മനസ്സിലാക്കിയാൽ ആ ഫോർമാറ്റ് വെച്ച് നമുക്ക് സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കുന്നു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? വേർ ഡു യു കം ഫ്രം? ഇനി നമ്മൾ റൂളിലേക്കൊന്നും പോകുന്നില്ല, ക്വസ്റ്റ്യൻ മാർഡ് ഓക്സിലറി അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? വേർ ഡു യു കം ഫ്രം? അത് ചോദിക്കേണ്ടത് ഡു യു രണ്ടുകൂടെ വേർ ഡു കം ഫ്രം. അപ്പൊ അയാൾ പറയുന്നു, ഐ കം ഫ്രം കുറവലങ്ങാട്. ഐ കം ഫ്രം കുറവലങ്ങാട്. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞാൻ കുറവലങ്ങാട്ട് നിന്ന് വരുന്നു. ഈ ആൻസറിൽ നമ്മൾ അയാളോട് വീണ്ടും ചോദിക്കുക, കുറവലങ്ങാട്ട് നിന്നാണോ? ഡു യു കം ഫ്രം കുറവലങ്ങാട്? അപ്പോൾ നിങ്ങൾ കുറവലങ്ങാട്ട് നിന്നാണോ വരുന്നേ? അപ്പൊ അയാൾക്ക് 2 ആൻസർ ഉണ്ട്. ഉവ്വ്, ഞാൻ കുറവലങ്ങാട്ട് നിന്നാ വരുന്നേ. യെസ്, ഐ കം ഫ്രം കുറവലങ്ങാട്. അല്ലെന്നും പറയാം, ഞാൻ തൊട്ടടുത്ത കുറവലങ്ങാടിന് തൊട്ടടുത്തുള്ള. നോ, ഐ ഡു നോട്ട് കം ഫ്രം കുറവലങ്ങാട്. അപ്പോൾ ഞാൻ കുറവലങ്ങാട്ട് നിന്നല്ല. കേൾക്കുന്നയാളുടെ ഒരു സംശയം, കുറവലങ്ങാടല്ലേ? ഉവ്വ. അപ്പോൾ വീണ്ടും ചോദിച്ചു, കുറവലങ്ങാടല്ലേ? ആ ഡു യു കം ഫ്രം കുറവലങ്ങാട്, നിങ്ങൾ കുറവലങ്ങാട്ട് നിന്നാണോ വരുന്നേ? അതിൻ്റെ ഒരു കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഊന്നൽ കൊടുത്തുള്ള ചോദ്യമാണ്, നെഗറ്റീവാണ്. ഡോണ്ട് യു കം ഫ്രം കുറവലങ്ങാട്, നിങ്ങൾ കുറവലങ്ങാട് നല്ലേ വന്നേ. അപ്പോഴും ആൻസർ ഡു യു കം ഫ്രം കുറവലങ്ങാട് എന്നുള്ളതിൻ്റെ ആൻസർ തന്നെയാണ്. ഒന്നുകിൽ യെസ്, ഐ കം ഫ്രം കുറവലങ്ങാട് എന്ന് പറയാം, അല്ലെങ്കിൽ നോ, ഐ ഡോണ്ട് കം ഫ്രം കുറവലങ്ങാട് എന്ന് പറയാം. ഡു പ്ലസ് നോട്ട്, ഡു നോട്ട്, അതിൻ്റെ ചുരുക്കമാണ് ഡോണ്ട്. ഇനി നമുക്കത് ഒന്നുകൂടെ പറയാം. വേർ ഡു യു കം ഫ്രം? ഐ കം ഫ്രം കുറവലങ്ങാട്. ഡു യു കം ഫ്രം കുറവലങ്ങാട്? യെസ്, ഐ കം ഫ്രം കുറവലങ്ങാട്. നോ, ഐ ഡോണ്ട് കം ഫ്രം കുറവലങ്ങാട്. ഡോണ്ട് യു കം ഫ്രം കുറവലങ്ങാട്? യെസ്, ഐ കം ഫ്രം കുറവലങ്ങാട്. നോ, ഐ ഡോണ്ട് കം ഫ്രം കുറവലങ്ങാട്. ഇത് കേട്ട് കഴിയുമ്പോൾ റിപ്പീറ്റേഷൻ അല്ലേന്ന് തോന്നും. റിപ്പീറ്റേഷൻ അല്ല. അതെങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. വേർ ഡു യു കം ഫ്രം? നിങ്ങൾ എവിടെ നിന്നാ വന്നേ? ഐ കം ഫ്രം കുറവലങ്ങാട്. ഈ ഐ കം ഫ്രം കുറവലങ്ങാട് എന്നുള്ള ആൻസറിൽ നിന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു കം. അതെങ്ങനെ വന്നു? ഒന്നാമത്തെ ക്വസ്റ്റ്യനായ വേർ ഡു യു കം ഫ്രം എന്നുള്ളതിലെ ഡു യു കം അതെടുത്തേ. അപ്പോൾ ഡു യു കം, അതിൻ്റെ കൂടെ ഫ്രം ഉണ്ട്. അപ്പോൾ ഈ ഡു യു കം ഫ്രം, വേർ ഡു യു കമ്മിലെ കം ഫ്രമിലെ വേർ മാറ്റിയാൽ ഡു യു കം ഫ്രം ആയി. അതിൻ്റെ കൂടെ കുറവലങ്ങാട് ചേർത്താൽ മതി. ഡു യു കം ഫ്രം കുറവലങ്ങാട്. ഒന്നുകൂടെ പറയാം, വെയർ ഡു യു കം ഫ്രം, അതിലെ വെയർ എന്ന ക്വസ്റ്റ്യൻ വേർഡ് മാറ്റി ഡു യു കം ഫ്രം, അത് അതേപടി എടുത്തിടുക. ഡു യു കം ഫ്രം, എന്നിട്ട് ആ സ്ഥലപ്പേരൂടെ ആഡ് ചെയ്തോളുക. ഡു യു കം ഫ്രം കുറവലങ്ങാട്. അപ്പോൾ ആൻസർ യെസ്, ഐ കം ഫ്രം കുറവലങ്ങാട്. ഇത് രണ്ടാമത്തെ ഐ കം ഫ്രം കുറവലങ്ങാട് എന്നുള്ള ആൻസറിൻ്റെ കൂടെ നമ്മൾ യെസ് എന്ന് മാത്രം ചേർക്കുന്നു. ഇനി ഈ യെസിന് പകരം നോ ചേർത്താൽ അത് അല്ല എന്നാകും. നോ. അപ്പൊ ഈ ഐ കം എന്തായിട്ട് മാറും? ഐ ഡു നോട്ട് കം. പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഓക്സിലറിയുടെ കൂടെ നോട്ട് ചേർക്കുക എന്ന് കണ്ടു. അപ്പോ ഐ കം, ഐ ഡു നോട്ട് കം ഫ്രം കുറവലങ്ങാട്. ഇനി ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡു യു കം ഫ്രം കുറവലങ്ങാട്, അതിനെ നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കും. കുറവലങ്ങാട്ട് നിന്നല്ലേ വന്നേ. അപ്പോൾ ഡോണ്ട് യു കം ഫ്രം കുറവലങ്ങാട്? യെസ്, നോ. ഈ രണ്ടെണ്ണം എക്സാക്ട് റിപ്പീറ്റേഷനാ. ഈ 4ഉം 5ഉം 4ഉം 5ഉം നമ്മൾ 7ഉം 8ലും വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഈ ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കണം. അപ്പം ഇനി നമുക്ക് നോക്കാം. ഇതിനകത്ത് 3 തരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ WH ക്വസ്റ്റ്യൻ, വെയർ ഡു യു കം ഫ്രം. ഈ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് ആണ് WH ക്വസ്റ്റ്യൻ എന്ന് പറയുക. അതാദ്യം ഇവിടെ ചേർത്തു, വേർ ഡു യു കം ഫ്രം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല, അപ്പോഴും റൂള് പഴയത് തന്നെ. ക്വസ്റ്റ്യൻ വേർഡ് മാറുന്നേ ഉള്ളൂ. ഡു യു കം ഫ്രം കുറവലങ്ങാട്?
ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡോണ്ട് യു കം ഫ്രം കുറവലങ്ങാട്. ഇങ്ങനെയാണ് ഏത് ക്വസ്റ്റ്യനും ഉണ്ടാക്കുന്നത്. ഇങ്ങനെ 3 തരം ക്വസ്റ്റ്യൻസേ ഉള്ളൂ എന്ന് പറയാം. ഇംഗ്ലീഷിൽ ഇങ്ങനെ 3 തരം ക്വസ്റ്റ്യൻസേ അടിസ്ഥാനമായിട്ട് ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നു, ഇതിന് പകരം ഒന്നാമത്തെ ക്വസ്റ്റ്യന് പകരം ഞാൻ ചോദിക്കുന്നു, ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? അപ്പൊ നമ്മൾ പറയുന്നു, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് മിസ്റ്റർ നരേന്ദ്രമോദി. ഒന്നുകൂടെ പറയാം, ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? വേർ ഡു യു കം ഫ്രം അതിന്റെ സ്ഥാനത്ത് ആളും പേരും മാറ്റിയാൽ മതി. ഹൂ, വേറിന്റെ സ്ഥാനത്ത് ഹൂ ചേർത്തു. ഇവിടെ ഒരു അവസ്ഥയാണ് ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടു. അപ്പോ വേർ ഡു യു കമ്മിന് പകരം ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പൊ നമ്മൾ ആ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന ഇങ്ങെടുത്തു. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് മിസ്റ്റർ നരേന്ദ്രമോദി. അപ്പൊ അതിലെ ഓക്സിലറി ആ ഈസ് എടുത്തിട്ട് കഴിഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടും. ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മിസ്റ്റർ നരേന്ദ്രമോദി? യെസ്, മിസ്റ്റർ നരേന്ദ്രമോദി ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയാം. യെസ്, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് മിസ്റ്റർ നരേന്ദ്രമോദി എന്ന് പറയാം. ഇവിടെ രണ്ട് ആൻസർ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർഷിപ്പിന് പ്രാധാന്യം. ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? അപ്പൊ നമ്മൾ പറഞ്ഞു, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് മിസ്റ്റർ നരേന്ദ്രമോദി. അതിനു പകരം മിസ്റ്റർ നരേന്ദ്രമോദി ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലും ആ മെസ്സേജ്, ആ ആൻസർ കറക്റ്റ് ആവും. അപ്പോ ഒന്നാമത്തെ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം എന്ന് പറയുന്നതിന് പ്രാധാന്യം കൊടുത്തു. രണ്ടാമത്തേതിൽ മിസ്റ്റർ നരേന്ദ്രമോദി ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തു. ആൻസർ രണ്ടിലും ഒന്ന് തന്നെയാ. കൊടുക്കുന്ന ഊന്നലിലാണ് പ്രാധാന്യം. ഒന്നുകൂടെ പറയാം, ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് മിസ്റ്റർ നരേന്ദ്രമോദി. ഈസ് the Prime Minister of India Mr. Narendra Modi? Yes, the Prime Minister of India is Mr. Narendra Modi. No, the Prime Minister of India is not Mr. Narendra Modi. He is not the Prime Minister of India Mr. Narendra Modi. Yes, the Prime Minister of India is Mr. Narendra Modi. No, the Prime Minister of India is not Mr. Narendra Modi. നേരെ തിരിച്ചും പറയാമെന്ന് പറഞ്ഞല്ലോ. Mr. Narendra Modi is the Prime Minister of India. Is Mr. Narendra Modi the Prime Minister of India? Isn't Mr. Narendra Modi the Prime Minister of India? അപ്പൊ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? അതാണ് ഇവിടെ ഉത്തരം. ഇനി നമുക്ക് വേറെ അടുത്ത ഒരു സെഷൻ നോക്കാം. Who is he? ഇതിന് പകരം ഇതേ പാറ്റേൺ. Is a doctor? Is he a doctor? Yes, he is a doctor. No, he is not a doctor. Isn't he a doctor? Yes, he is a doctor. No, he is not a doctor. ഇവിടെ എങ്ങനെ വന്നു? Who is he? മൂന്നാമത്തെ ചോദിച്ചു, is he a doctor? Isn't he a doctor? ഒന്നാമത്തത് WH ക്വസ്റ്റ്യൻ, മൂന്നാമത്തത് ഓക്സിലറി പോസിറ്റീവ്, ആറാമത്തത് ഓക്സിലറി നെഗറ്റീവ്. ഏത് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും ഇപ്പൊ നമ്മൾ മലയാളത്തിൽ അതിന്റെ ഉദാഹരണം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെ പോവാ? ഞങ്ങൾ എറണാകുളം വരെ പോവാ. എറണാകുളത്തിനാ പോവാ? അല്ല, ഞങ്ങൾ എറണാകുളം വരെ പോകുന്നില്ല, തൊട്ടുപ്പുറം വരെ ഉള്ളൂ, തൃപ്പൂണിത്തുറ വരെ ഉള്ളൂ. എറണാകുളത്തിനല്ലേ? എറണാകുളത്തിനും പോകും. അപ്പൊ നമുക്ക് ഈ ആണോ അല്ലയോ, ആണോ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഒരു ഫോഴ്സ് കൂടും. അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ലേ എന്ന് വരുമ്പോൾ അവിടെ നോട്ട് വരുന്നത് കൊണ്ട് നെഗറ്റീവ് സെന്റൻസ്. ഇനി ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ നോട്ടില്ലാത്തത് കൊണ്ട് അത് പോസിറ്റീവ്. ഏത് കാര്യത്തെക്കുറിച്ച് എങ്ങനെ ഉണ്ടാക്കാം? എവിടെ നിങ്ങൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴും ഇതാണ് പാറ്റേൺ. അത് IELTS എക്സാമിന് ചെല്ലുമ്പോഴും, അത് ചുമ്മാ ഒരാളോട് വർത്താനം പറയുമ്പോഴാവട്ടെ, ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴാകട്ടെ, OET ആവട്ടെ, അത് PT ആവട്ടെ, ഏതിന് ചെല്ലുമ്പോഴും പാറ്റേൺ മാറുന്നില്ല. ഇപ്പോ കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് കേരളത്തിന്റെ തലസ്ഥാനം ഏത് എന്നുള്ളതിന് വിച്ച് എന്ന് പറയും. ഞാൻ ഒരു 3 അല്ലെങ്കിൽ 4 സ്ഥലങ്ങൾ തരുന്നു. കോട്ടയം, ട്രിവാൻഡ്രം, തൃശ്ശൂര്, കാസർഗോഡ്. കോട്ടയം, ട്രിവാൻഡ്രം, തൃശ്ശൂര്, കാസർഗോഡ്. ഇങ്ങനെ 4 സ്ഥലങ്ങൾ തന്നിട്ട് നമ്മളൊരു പരീക്ഷയ്ക്ക് ചോദിക്കുക, ഇതിൽ ഏതാണ് കേരളത്തിന്റെ തലസ്ഥാനം? ഇങ്ങനെ ചോദിക്കുമ്പോൾ
വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൽ ഏതാണ് കേരളത്തിൻ്റെ തലസ്ഥാനം, ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് കേരളത്തിൻ്റെ തലസ്ഥാനം. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. നേരത്തെ പ്രൈം മിനിസ്റ്റർഷിപ്പിൽ പറഞ്ഞതുപോലെ ദ ക്യാപിറ്റൽ ഓഫ് കേരള ഈസ് ട്രിവാൻഡ്രം. ഈസ് ട്രിവാൻഡ്രം ദ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് പറയാം. യെസ്, ട്രിവാൻഡ്രം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് പറയാം. യെസ്, ദ ക്യാപിറ്റൽ ഓഫ് കേരള ഈസ് ട്രിവാൻഡ്രം എന്ന് പറയാം. ഈസ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് കേരള ട്രിവാൻഡ്രം. യെസ്, the capital of Kerala is Trivandrum. No, the capital of Kerala is not Trivandrum എന്നും പറയാം. അപ്പൊ രണ്ട് രീതി. കൊടുക്കുന്ന പ്രാധാന്യം ഈസ് ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം എന്ന നഗരത്തിന് പ്രാധാന്യം കൊടുത്തു. ഈസ് ദ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ക്യാപിറ്റൽ സിറ്റിക്ക് പ്രാധാന്യം കൊടുത്തു. അപ്പൊ അതാണ് ആ വ്യത്യാസം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിക്കറ്റ് കളി? ഹൗ വാസ് ദ ക്രിക്കറ്റ് പ്ലേ? It was so beautiful. എങ്ങനെ ഉണ്ടായിരുന്നു? How was the cricket play? WH. It was so beautiful. മൂന്നാമത്തത് it was. ആ ഓസിനെ എടുത്ത് മുമ്പിലിടുമ്പോൾ was it so beautiful? Yes, it was so beautiful. No, it was not so beautiful എന്ന് വരും. ആ മൂന്നാമത്തെ was it so beautiful അത് പറയേണ്ടത് was it so beautiful? Yes, it was so beautiful. No, it was not so beautiful. ആ വാസിന്റെ നെഗറ്റീവായ wasn't so beautiful എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറി? നെഗറ്റീവായിട്ട് മാറി. Who are they? മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവുക. Who are they? They are my cousins. Are they your cousins? Yes, they are my cousins. No, they are not my cousins. Aren't they your cousins? Yes, they are my cousins. No, they are not my cousins. ഇത് നിങ്ങൾ ഈ രീതിയിൽ ഫോളോ ചെയ്താൽ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്ത് ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ഒരാളുടെ ഫ്ലൂവൻസി, അയാൾക്ക് ഇടതടവില്ലാതെ സംസാരിക്കാൻ കഴിയും. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കുറെ കൂടി വൊക്കാബുലറി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതിലേക്ക് മാറും. IELTS OET, PT അതുപോലെ മറ്റ് എക്സാം എഴുതുന്ന ആളുകൾക്ക് ആ ഗുണപ്രദമായി കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകും.